ഒരു നാളികേരം എടുത്ത് ചിരകി നോക്കിയപ്പോൾ ചെറിയൊരു സ്മെല്ലിനൊരു അതിൻ്റെ മണത്തിനൊരു വ്യത്യാസം. അപ്പോൾ ഒരുപാട് വൃത്തികെട്ട സ്മെല്ല് എന്ന് പറയാനും പറ്റില്ല. എന്നാൽ നമ്മളത് ചിലപ്പോൾ കറികൾക്കോ വല്ലതിനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്മെല്ല് അതിനെ ബാധിക്കും എന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു നമ്മളുടെയൊക്കെ പഴയ സമ്പ്രദായം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഒരു കേട് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മളൊരു സമ്മന്തി അരയ്ക്കും. നമ്മൾ സമ്മന്തി എന്ന് പറയുന്നത് പാലക്കാട് ചമ്മന്തിക്ക് പാലക്കാടിൻ്റെ ചില പ്രാന്തപ്രദേശങ്ങളിൽ ചമ്മന്തിക്ക് സമ്മന്തി എന്നാണ് പറയുക. അപ്പോൾ ആ ചില പ്രാന്തപ്രദേശങ്ങളിൽ ഒരു പ്രാന്തപ്രദേശത്ത് പെട്ടതുകൊണ്ട് ഞാനും ഇപ്പോൾ സമ്മന്തി എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ സമ്മന്തി അല്ലെങ്കിൽ ചമ്മന്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ സമ്മന്തി ഉണ്ടാക്കി അതിന് വലിയ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, നന്നായിരിക്കുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ അത്ര വലിയ സ്മെല്ലിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല, ഒന്ന് ചെറിയ ഒരു വ്യത്യാസം ഉണ്ട് താനും. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മളൊരു സമ്മന്തി ഉണ്ടാക്കുന്നത് എന്നൊന്ന് കാണിക്കാം. അപ്പം നമ്മുടെ സമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചീനിച്ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ചീനിച്ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലി പൊടിയല്ല, മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഒരു പിടി മല്ലി, ഇത്രയും മതിയാവും. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽമുളക് കൂടെ, ഒരു 4-5 വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഒരുപാട് കരിയാൻ പാടില്ല, എന്നാൽ നന്നായിട്ട് വറക്കും വേണം ഇതിനെ, പക്ഷെ കരിയരുത്. അപ്പോൾ സൂക്ഷിച്ച് തന്നെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ചെറിയ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കണം. ഇതും കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ, കളർ മാറുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം. നമുക്ക് കുറച്ചൊന്ന് ആ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് വ്യത്യാസം വരണം. അതുവരയ്ക്കും നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം ഒരുപാട് കരിഞ്ഞു പോകരുത്. ഇത് കരിഞ്ഞു പോയാൽ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തി കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ഞാൻ ആ തണ്ടുമൊക്കെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് പൊട്ടിച്ചിട്ട്. അപ്പോൾ അതും കൂടെ ഇതിൽ കിടന്നിട്ടൊന്ന് വറുത്തെടുക്കണം നമുക്ക്. മീഡിയം ഫ്ലെയിമിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലെയിം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ടൊക്കെ കുറച്ചിട്ടും കൂട്ടിയിട്ടും ഒക്കെ ഇരിക്കുക. ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധം ഇവിടെ നമ്മളുടെ തേങ്ങയൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതൊന്ന് ആറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്കിതിൽ ഒരു 2 ചേരുവകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിനൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതേമാതിരി ഇതിന് പാകത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് കൂടെ ഇതിൽ ചേർക്കണം. അപ്പോൾ ഇതൊന്ന് ആറുകയും ചെയ്യണം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് അരച്ച് സമ്മന്തി പരുവത്തിലാക്കാൻ. അപ്പോൾ ഇത്രയും പുളിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പുളി കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ആറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. സംഗതി ഇപ്പോൾ ആ തേങ്ങയുടെ മണമൊന്നുമില്ല, ഇപ്പം നല്ല മണം തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
ഒരുപാട് കേടായ തേങ്ങ കൊണ്ടൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സാധാരണ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊരു കേട് വന്ന മണം വന്നു, അത് നമുക്ക് കറിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാൽ കളയാനും മനസ്സ് വരുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അങ്ങനെ തേങ്ങ കേട് വന്നു എന്ന് പറഞ്ഞിട്ട് വെറുതെ കളയരുത്. അത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണെങ്കിൽ അതിനെ ഈ വിധത്തിലെല്ലാം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു സാധനവും നമ്മൾ ആവശ്യമില്ലാതെ കളയരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഒരുപാട് കേടാണെങ്കിൽ നമ്മളതിനെ ഉപയോഗിച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെക്കരുത്. ഇതിന് പക്ഷേ യാതൊരു കുഴപ്പവുമില്ല. ഈ ഒരു തേങ്ങയ്ക്ക് അത്ര വലിയ സ്മെല്ലും അങ്ങനെയൊന്നും കേടൊന്നും വന്നിട്ടില്ല. തേങ്ങ കണ്ടാലും നിങ്ങൾക്കറിയാം, തേങ്ങയുടെ ഒരു പരുവം കണ്ടാലും നമുക്ക് അറിയാൻ പറ്റും അത് എത്രത്തോളം കേട് വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് കേട് വന്നിട്ടുണ്ടോ എന്നല്ല. ഈ വിധത്തിലാണ് നമ്മളുടെ തേങ്ങ ഇരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിനി ഇത് അരച്ചെടുത്തിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ മയക്കനെ അരയ്ക്കണം. ഒരമാന്തവും വിചാരിക്കരുത്. നല്ലപോലെ മയാന്ന് അരയ്ക്കണം. അപ്പോൾ നല്ല മയാന്ന് നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും ഇത് ഉപയോഗിച്ച് നോക്കുക. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചെടുത്ത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഒരു അടിപൊളി അസാധ്യ രുചിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അതിലേക്ക് ഒരു ടെംപ്റ്റിംഗ് എന്ന് പറയില്ല, ടെംപ്റ്റിംഗ് ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും അത് തൊട്ട് നോക്കാൻ വേണ്ടി അതിനെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അത്രയ്ക്കും ടേസ്റ്റിയാണ്. അല്ലെങ്കിൽ ഞാൻ വെറുതെ എന്തിനാ പറയണത്, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പറയുക എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കിതിപ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത് കൊണ്ട് നമുക്കിതിനെ ഒരു ഉരുട്ട് സമ്മന്തി എന്ന് പറയാം. ഉരുട്ടിയെടുക്കുന്നത് കൊണ്ട് എല്ലാ സമ്മന്തിയും നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിനെന്തായാലും നമ്മൾ അങ്ങനെ ഒരു പേരാണ് കൊടുക്കുന്നത്, ഉരുട്ട് സമ്മന്തി. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയുക. ആദ്യമായാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, എൻജോയ്.